നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഫീസ് വർധന വിഷയത്തിൽ SFI നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ബ്ലേഡ് വെച്ച് അതിക്രമം, നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി വൻ തിരിച്ചടി. ലഭ്യത കുറഞ്ഞു, മീനിന് പൊന്നും വില. നാടിന് തകർക്കുന്ന സർക്കാർ നയങ്ങൾ, സംസ്ഥാനത്താകെ അലയടിച്ച് DYFI പ്രക്ഷോഭം. കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ അക്കാദമി തുടങ്ങുന്നു. തിരുമുറിയില്ല മഴയില്ലാതെ തിരുവാതിര. ഡഗ് ഫ്രീ കണ്ണൂർ ക്യാമ്പയിൻ 26-ന് ജില്ലയിൽ വിപുലമായ പരിപാടികൾ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി വൻ തിരിച്ചടി. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കി. ചട്ടങ്ങൾ ലംഘിച്ച് ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാരുടെ നടപടിയാണ് കോടതി അസാധുവാക്കിയത്. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിലുള്ള സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തി. നാലാഴ്ചക്കകം കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപകാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ചട്ടം ലംഘിച്ച് വോട്ട് ചെയ്തവരുടെ വോട്ടുകൾ അസാധുവാക്കണമെന്ന് കലക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ അംഗങ്ങളായി മാറിയതിനാൽ കോടതിയെ സമീപിക്കാമെന്നാണ് കലക്ടർ അറിയിച്ചത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയെടുത്തിരുന്നില്ല. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2025 ഡിസംബർ 21-ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ BJP പ്രവർത്തകർക്കൊപ്പം റാലിയിലെത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. BJPയിലെ 20 അംഗങ്ങൾ ബലിദാനി, കാവിലമ്മ, തിരുവല്ലം, പരശുരാമൻ, ഭാരതാംബ അടക്കമുള്ള നാമങ്ങളിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് ചട്ടലംഘനമാണെന്നും ഹർജിയിലെ വാദം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, എന്നാൽ ഏതെങ്കിലും പ്രത്യേക ദൈവങ്ങളുടെ പേരിലോ ആൾ ദൈവങ്ങളോ മറ്റോ പേരിൽ പാടില്ല എന്ന വാദവും കോടതി ശരിവച്ചു. സുപ്രീം കോടതിയുടെ അടക്കമുള്ള മുൻവിധികളും ഇടപെടലുകളും വ്യക്തമാക്കിയാണ് SP ദീപക് പരാതി നൽകിയത്. 20 അംഗങ്ങൾക്കും 4 ആഴ്ചക്കകം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു. മലമ്പനി വിരുദ്ധ മാസാചരണം ജില്ലാതല ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മലമ്പനി വിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തലായ് ഹാർബറിൽ ജില്ലാതല ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അബൂബക്കർ ദിനാചരണ സന്ദേശം നൽകി. മലമ്പനി ഉൾപ്പെടെ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടിയിൽ രോഗപ്രതിരോധ മാർഗങ്ങൾ, കൊതുകുകളുടെ ഉറവിട നശീകരണം, വ്യക്തി പരിസര ശുചിത്വം, കൊതുകു വലയുടെ ഉപയോഗം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. ഡിവിഷൻ കൗൺസിൽ പ്രീത പ്രദീപ്, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ KK ഷിനി, ഡോക്ടർ TK രമ്യ, ജിഷ ബയോളജി CP രമേശൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് MB മുരളി, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സംഗീത, തീരദേശ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജിത് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാരോൺ, കോടിയേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രദർശനം, മലമ്പനി പരിശോധന, ആഴം കുറഞ്ഞ കിണറുകളിൽ കൊതുകുവല സ്ഥാപിക്കൽ എന്നിവ സംഘടിപ്പിച്ചു. കരോക്കെ ഗാനാലാപന മത്സരം 28-ന് APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള കരോക്കെ ഗാനാലാപന മത്സരം ഞായറാഴ്ച നടക്കും. രാവിലെ 10 മുതൽ കണ്ണൂർ മഹാത്മാ മന്ദിരം ഓഡിറ്റോറിയത്തിലാണ് മത്സരം. സിംഗിൾ ഗ്രൂപ്പ് ഇനത്തിൽ മത്സരമുണ്ടാകും. 15 വയസ്സ് വരെ, 16 മുതൽ 25 വയസ്സ് വരെ, 25 മുകളിൽ എന്നീ കാറ്റഗറിയിലാണ് മത്സരം. പങ്കെടുക്കുന്നവർ 9446372316, 9446947693, 9562779335, 9895963372 എന്നീ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യണം. ഫീസ് വർധന വിഷയത്തിൽ SFI നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ബ്ലേഡ് വെച്ച് ആക്രമണം, നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഫീസ് വർധന വിഷയത്തിൽ SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് അതിക്രമം. സമരഗേറ്റിന് മുന്നിൽ മാർച്ച് തടഞ്ഞ പോലീസ് വിദ്യാർത്ഥികൾക്കെതിരെ ലാത്തിച്ചാർജും ജലപീരങ്കിയും പ്രയോഗിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കേപ്പ് IHRD കോളേജുകളിലെ ഫീസ് വർധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികൾ സമരം. മദ്യ കച്ചവടക്കാരെ സഹായിക്കാനായി സംസ്ഥാനത്തെ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന സർക്കാർ വിദ്യാർത്ഥികളുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു പോലീസ്. യാതൊരു പ്രകോപനവുമില്ലാതെ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയതോടെ സ്ഥിതി വഷളായി. പോലീസ് ബ്ലേഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ മുറിവേൽപ്പിച്ചതായി SFI ആരോപിച്ചു. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന വിദ്യാർത്ഥികളെ തല്ലിയൊതുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. പോലീസിന്റെ ആക്രമണത്തിൽ നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. MLA മായ P മുഹമ്മദ് റിയാസ്,
വി ജോയ് എന്നിവർ സ്ഥലത്തെത്തി വിദ്യാർത്ഥികളുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. വിദ്യാർത്ഥി മാർച്ചിനെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ SFI പ്രതിഷേധിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് മാർച്ചിൽ പങ്കെടുത്തത്. ഫ്രീ കണ്ണൂർ ക്യാമ്പയിൻ 26 ജില്ലയിൽ വിപുലമായ പരിപാടികൾ. ജില്ലയിലെ മയക്കുമരുന്ന് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഡ്രഗ് ഫ്രീ കണ്ണൂർ ക്യാമ്പയിന്റെ ഭാഗമായി അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ജൂൺ 26 വിപുലമായ ബോധവൽക്കരണ പരിപാടികൾക്ക് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നാർക്കോ കോർഡിനേഷൻ കമ്മിറ്റി അന്തിമ രൂപം നൽകി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ്, സാമൂഹ്യനീതി, ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വിപത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ എല്ലാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ബോധവൽക്കരണ പരിപാടികൾക്കൊപ്പം മയക്കുമരുന്നിനെതിരെ ശാസ്ത്രീയ പ്രതിരോധ മാർഗ തദ്ദേശ സ്ഥാപന തലത്തിൽ ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലയിലെ മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവ മയക്കുമരുന്ന് മുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടന്നു വരുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വി വിജയരാജ് ഭാരത് റെഡ്ഡി അറിയിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന കൂട്ടിയോട്ടം അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ പരിസരം വഴി സഞ്ചരിച്ച് കൂട്ടിയോട്ടം തിരികെ പരേഡ് ഗ്രൗണ്ടിൽ സമാപിക്കും. ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പൊതുജനങ്ങളുടെ സജീവമായ പിന്തുണ ഉറപ്പാക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിക്കും. മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പോലീസ് സഭ ഹാളിൽ കെ സുധാകരൻ MP നിർവഹിക്കും. ജില്ലാ കളക്ടർ പി വിഷ്ണു രാജ് അധ്യക്ഷനാകും. മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, സിറ്റി പോലീസ് കമ്മീഷണർ വി വിജയരാജ്, ഭാരത് റെഡ്ഡി തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് ലഹരി വിരുദ്ധ ഹ്രസ്വചിത്ര പ്രദർശനം, ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ, മനസ്സും ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് നടക്കും. ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ വകുപ്പുകൾ നശാമുക്ത് ഭാരത് അഭിയാൻ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ തുടങ്ങിയ ഇടങ്ങളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ജില്ലയിലെ ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പുകളില്ലാതെ സൈക്രോട്രിക് മരുന്നുകൾ മെഡിക്കൽ ഷോപ്പുകൾ വഴി വിതരണം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് പരിശോധനകൾ കർശനമാക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നാടിനെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ സംസ്ഥാനത്താകെ അലയടിച്ച് DYFI പ്രക്ഷോഭം. ജനവിരുദ്ധ നയങ്ങൾ തുടർച്ചയായി അടിച്ചേൽപ്പിക്കുന്ന UDF സർക്കാരിനെതിരെ സംസ്ഥാനത്താകെ DYFI പ്രതിഷേധം. മദ്യമാഫിയയ്ക്ക് നൽകിയ നികുതി ഇളവ്, ധാതുകതരം സ്വകാര്യമേഖലയ്ക്ക് അനുവദിച്ചത്, സർവകലാശാലകൾ സംഘപരിവാറിന് അടിയുറച്ച നടപടി തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിവിധ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും യുവാക്കൾ പ്രതിഷേധ മാർച്ച് നടത്തി. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രതിഷേധക്കാർ പിന്മാറിയില്ല. സമാധാനപരമായി നടത്തിയ സമരത്തെ ലാത്തിച്ചാർജ് നടത്തിയാണ് പോലീസ് നേരിട്ടത്. നിരവധി പ്രവർത്തകർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമെന്ന പ്രഖ്യാപനം ബജറ്റ് അവതരണത്തിലാണ് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയത്. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കുത്തക മദ്യക്കമ്പനിയായ ബക്കാടി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ അപേക്ഷയിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണ് തീരുമാനമെടുത്തത്. മന്ത്രിമാർക്ക് വകുപ്പ് നിശ്ചയിക്കും മുമ്പെയുള്ള സതീശന്റെ ദുരൂഹ നടപടി അഴിമതി ആരോപണം ശരിവെക്കുന്നതാണ്. കേരള തീരത്തെ ധാതുസമ്പത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനും അനുമതി നൽകിയത് സതീശനാണ്. കേരള തീരവും കടലും കുത്തകൾക്ക് തീരെഴുതുന്നതാണ് സതീശന്റെ കന്നി ബജറ്റ്. കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച റയർ എർത്ത് കോറിഡോറിന് പിന്നിലും ഇതേ അജണ്ടയാണ്. അദാനിയും വേദാന്തിയും അടക്കം കുത്തകളാണ് കൊള്ളയ്ക്ക് കാത്തിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരപ്രദേശം കുത്തകൾക്ക് വിട്ടുകൊടുക്കാനാണ് നീക്കം. PMC പദ്ധതിയിലും RSUമായുള്ള UDF സർക്കാരിന്റെ ഡീൽ പ്രകടമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയവൽക്കരിക്കാനുള്ള സംഘപരിവാറിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുകയാണ് UDFന്റെ ലക്ഷ്യം. കൂട് മത്സ്യകൃഷി വിളവെടുപ്പ്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യലഭ്യത ഉറപ്പുവരുത്താനും വിഷരഹിത മത്സ്യം ലഭ്യമാക്കുന്നതിനായി പാപ്പിനിശ്ശേരിയിലെ അദ്വൈത് നടത്തിയ മത്സ്യ കൃഷിയിൽ വിളവെടുപ്പ് നടത്തി. പാപ്പിനിശ്ശേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ചന്ദ്രമതി അധ്യക്ഷയായി. വാർഡ് മെമ്പർ നാരായണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ CH അബ്ദുൽ സലാം, സത്യൻ എന്നിവർ സംസാരിച്ചു. ജനകീയ മത്സ്യകൃഷി പ്രൊജക്ട് കോർഡിനേറ്റർ KP ദീപ സ്വാഗതവും അക്വാ കൾച്ചർ പ്രൊമോട്ടർ KP മയൂരവാസൻ
പവർ ബ്രിഗേഡ് വളണ്ടിയർമാർക്ക് പരിശീലനം. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ പവർ ബ്രിഗേഡ് വളണ്ടിയർമാർക്ക് സുരക്ഷാ ബോധവൽക്കരണവും പരിശീലനവും സംഘടിപ്പിച്ചു. മട്ടന്നൂർ ഫയർ സ്റ്റേഷനിൽ വെച്ച് നടന്ന പരിശീലനം സ്റ്റേഷൻ ഓഫീസർ കെ പുരുഷോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനീഷ് അധ്യക്ഷത വഹിച്ചു. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ കോർഡിനേറ്റർ വി റോഷ്നി പദ്ധതി വിശദീകരിച്ചു. കരിയർ ഗൈഡ് CMO രമ്യ സംസാരിച്ചു. സീനിയർ ഫയർ ഓഫീസർ CP ഷാജി സ്വാഗതവും വളണ്ടിയർ നജ ഫാത്തിമ നന്ദിയും പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അരുൺ ബാബു, ടി ഹേമന്ത് എന്നിവർ വളണ്ടിയർമാർക്ക് ബോധവൽക്കരണവും പരിശീലനവും നൽകി. വിവിധ അഗ്നിശമന ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണ മാർഗങ്ങൾ, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ, ഫസ്റ്റ് എയ്ഡ്, അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളുക എന്നീ മേഖലകളെ കുറിച്ച് ശാസ്ത്രീയമായ അവബോധവും പരിശീലനവും നൽകി. പ്രതിസന്ധികളെയും അടിയന്തര ഘട്ടങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്നതാണ് ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. അനുമോദനവും യാത്രയപ്പും KP കോൺസ്റ്റബിൾ സെലക്ഷൻ കിട്ടിയ CPM പൂവത്തൂർ വെസ്റ്റ് ബ്രാഞ്ച് അംഗം ഷിബിന് അനുമോദന യാത്രയപ്പ് നൽകി. ഏരിയ സെക്രട്ടറി M രതീഷ് ഉദ്ഘാടനം ചെയ്തു. N രാജൻ അധ്യക്ഷനായി. KC ജ്യോതീന്ദ്രൻ, ജിതിൻ CO, C O ഗീത, ലേഖ ടി വേഷ്, AK ശിവദാസൻ, K രഞ്ജിത്ത്, C എന്നിവർ സംസാരിച്ചു. C പ്രദീപൻ സ്വാഗതവും ഷിബിൻ നന്ദി രേഖപ്പെടുത്തി. റഫീഖിനെ അനുസ്മരിച്ചു. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ട ആലമ്പാടി സ്വദേശിയും ആസ്ക് ആലമ്പാടി മുൻ പ്രസിഡന്റും കൂടിയായ റഫീഖിന്റെ അനുസ്മരണ യോഗവും പ്രാർത്ഥനാ സദസ്സും നടന്നു. പ്രസിഡന്റ് ഗബ്ബു ആലമ്പാടിയുടെ അധ്യക്ഷതയിൽ ആസ്ക് GCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മിഹ്റാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ, മുൻ പ്രസിഡന്റുമാരായ മുസ്തഫ EA, ആസിഫ് BA, സിദ്ദീഖ് M, മുൻ ജനറൽ സെക്രട്ടറി ഷെരീഫ് ബച്ച എന്നിവർ സംസാരിച്ചു. PO വജ്ര ജൂബിലി ആഘോഷവും നവീകരിച്ച ഓഫീസ് കോംപ്ലക്സ് ഉദ്ഘാടനവും ചെയ്തു. ഇന്ത്യൻ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പസിന്റെ കണ്ണൂർ പേ അക്കൗണ്ട് ഓഫീസ് വജ്ര ജൂബിലി ആഘോഷവും നവീകരിച്ച PO കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെന്നൈ കൺട്രോൾ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് MS ശരവണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കണ്ണൂർ POയുടെ ചരിത്രത്തിലെ തിളക്കമുള്ള മുഹൂർത്തമാണ് 60 വർഷം പൂർത്തിയാക്കിയതും ഓഫീസ് കോംപ്ലക്സ് നവീകരണം സാധ്യമാക്കിയതും എന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണശ്ശേരി POയിലെ വിവിധ മില്ലൻ ഹാളിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ DSC സെൻട്രൽ കമാൻഡ്സ് കേണൽ പരംവീർ സിംഗ് നാഗ്ര, അഡീഷണൽ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സും PMO ഇൻചാർജുമായ K പുരുഷോത്തമൻ, കന്റോൺമെന്റ് ബോർഡ് CEO ഡോക്ടർ പ്രശാന്ത് കുമാർ, ലഫ് കേണൽ രാജീവൻ EP, അസിസ്റ്റന്റ് DCA K സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു. മുൻ PAO ഓഫീസർമാരായ KPV നമ്പ്യാർ, KV ശർമ്മ, VN അംരേഷ്, KV ശാസ്ത്രി, P പ്രേമാനന്ദൻ നായർ, T വിജയൻ, KV മുരളീധരൻ, M രാമചന്ദ്രൻ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ അക്കാദമി തുടങ്ങുന്നു. സൂപ്പർ ലീഗ് കേരള ചാമ്പ്യന്മാരായ കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെ ഗ്രൗണ്ടിൽ 10 മുതൽ 15 വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. ആഴ്ചയിൽ 2 ദിവസം പരിശീലനം ലഭിക്കുന്ന ഫ്യൂച്ചർ വാരിയേഴ്സ് വിഭാഗവും ആഴ്ചയിൽ 3 ദിവസം പരിശീലനം നൽകുന്ന ഡെവലപ്മെന്റ് ബാച്ചും ഒരുക്കിയിട്ടുണ്ട്. പഠനത്തെ ബാധിക്കാതെ പ്രായത്തിനും കഴിവിനും അനുയോജ്യമായ പരിശീലന പരിപാടികളാണ് ഓരോ ബാച്ചിനും. അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് ജേഴ്സി, ഷോർട്സ്, സ്റ്റോക്കിംഗ്സ്, അക്കാദമി ബാഗ്, വാട്ടർ ബോട്ടിൽ, പ്ലെയർ ID കാർഡ്, IFF പ്ലെയർ രജിസ്ട്രേഷൻ തുടങ്ങിയ സൗകര്യങ്ങളും ലഭിക്കും. അതോടൊപ്പം ക്രമബദ്ധമായ പരിശീലന പാഠ്യപദ്ധതി, സ്ഥിരമായ പ്രകടന വിലയിരുത്തലുകൾ, സമഗ്ര വ്യക്തിത്വ വികസന പരിശീലനം എന്നിവയും പ്രത്യേകതകളാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് ഭാവിയിൽ കണ്ണൂർ വാരിയേഴ്സ് യുവ ടീമുകളിലേക്ക് അവസരവും ലഭിക്കും. വേനലവധിയിൽ കണ്ണൂർ വാരിയേഴ്സ് ജില്ലയിൽ 5 കേന്ദ്രങ്ങളിൽ 2 മാസം നീളുന്ന സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.